Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ട്രെൻഡിങ് പറയുമ്പോൾ എവിടെ നോക്കിയാൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആണ്. ദിസ് മൂവി ഈസ് ആക്ച്വലി ഹൈലി റേറ്റഡ്. സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. സെക്കൻഡ് കേസ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു ഫസ്റ്റ് കേസ് ഉണ്ടാവും. അതാണ് സീതാറാം ബിനോയ് കേസ് നമ്പർ 18. രണ്ടും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എപ്പോ ഒരു സീക്വലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലെ പടം വരുമ്പോഴുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് പാർട്ട് കാണണോ? ഇത് ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ പോലെയാണ്. അതായത് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതൊരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് കേസാണ്. പക്ഷെ ഈ സീതാറാം ആ ഒരു ക്യാരക്ടർ എന്താണ്, ഏതാണ്, അതൊക്കെ അറിയണം വെച്ചാൽ ഫസ്റ്റ് പാർട്ട് കണ്ടു നോക്കുക. ഓറൽസ് കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് തുടങ്ങുന്നത്. അതായത് യൂഷ്വലി എല്ലാ ക്രൈം ത്രില്ലേഴ്സിലും കണ്ടുവരുന്ന സ്ഥിരം സാധനം, നാട്ടിലൊരു കൊലപാതകി ഇറങ്ങിയിട്ടുണ്ട്, സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിക്കുക, പുറത്തിറങ്ങാതിരിക്കുക, രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കാതിരിക്കുക. ആൻഡ് ഈ ഡെഡ് ബോഡീസ് കിട്ടുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ യൂഷ്വൽ ഡയലോഗ്. എന്റെ 55 വർഷത്തെ കരിയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കൊടൂര ക്രൂരമായ മേർഡർ കണ്ടിട്ടില്ല. 55 വെട്ട്, 100 വെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം സാധനം തന്നെയാണ്. എന്നാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഒരു സീനാണ് ഈ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത്. ഈ പറഞ്ഞ സീനൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒരു സീനാണ്. ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്. ഏകദേശം 1.25 മണിക്കൂർ എന്തേ ഉള്ളൂ, 45 മിനിറ്റിൽ ഇന്റർവെൽ ആവും. ഫസ്റ്റ് ഹാഫ് നൈസാണ്. കാരണം ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കില്ലറെ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തോന്ന് പടം, ഇത് ആദ്യം തന്നെ കില്ലറെ കാണിച്ചു, പിന്നെ ഇനി എന്തോന്ന് ഇൻട്രസ്റ്റിംഗ് പറയുമ്പോൾ മറ്റേ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്ലേ പോലെ നമ്മളെ തോന്നിപ്പിക്കും ഇന്ന ആളാണ് എന്ന് അങ്ങേരായിരിക്കില്ല, വീണ്ടും തോന്നിപ്പിക്കും ഇന്ന ആളാണ് എന്ന് അങ്ങേരായിരിക്കില്ല. ആൻഡ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിജയ് രാഘവേന്ദ്ര. ആളുടെ സിനിമകളൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും. ഭാവനയുടെ ഒപ്പം ഒരു പടമുണ്ട്, ദാറ്റ് വാസ് നൈസ് ആക്ച്വലി. സെക്കൻഡ് ഹാഫ് കുറെ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു കംപ്ലീറ്റ് ഒരു ക്രൈം ത്രില്ലർ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ചോദിച്ചാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. നോട്ട് ബാഡ്, അത്ര എനിക്ക് തോന്നിയുള്ളൂ. എനിക്കിങ്ങനെ ഹൈലി റേറ്റഡ് പടമായിട്ടോ കിടു പടമായിട്ടോ തോന്നിയില്ല. അവരാതൊന്നുമല്ല, ചുമ്മാ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പോർത്തൊഴിലോ അതേപോലെ തന്നെ രാക്ഷസനൊക്കെ കാണുമ്പോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, അതൊന്നും ഈ പടത്തിലില്ല. അതിന് മെയിൻ റീസൺ ഇതിൽ കൊണ്ടുവന്ന വില്ലൻ ആയാലും വില്ലന്റെ മോട്ടീവ് ആയാലും അങ്ങനത്തെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയാലും എനിക്ക് തോന്നുന്നു ആ വില്ലേജിൽ ഉള്ള ആൾക്കാരാണ് തോന്നുന്നു. അല്ലാതെ ഭയങ്കര പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആക്ടേഴ്സോ ഒന്നും അല്ല. അതുകൊണ്ട് ട്വിസ്റ്റ് ഒന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയി. ഒരു വില്ലേജിൽ നടക്കുന്ന പരിപാടിയാണ് ക്രൈം ത്രില്ലർ പറഞ്ഞാൽ. ഇത് ടൗണിൽ നടക്കുന്ന പരിപാടിയല്ല, റൂറൽ ക്രൈം ത്രില്ലർ ആണ്. സോ ഒരു വില്ലേജിൽ കുറെ ആൾക്കാർ കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടവരുടെ ബോഡിയിലൊക്കെ 55 വെട്ടുണ്ട്. കൈയും കാലൊക്കെ കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട്, തലയും കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഭയങ്കര ടോർച്ചർ ചെയ്ത് കൊന്നുണ്ട്. ഇതാരാണ്, എന്താണ്, എന്തിനു ചെയ്തു, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആളാണ് നമ്മുടെ വിജയ് രാഘവേന്ദ്ര അഥവാ സീതാറാം. അങ്ങേര് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആരുടെ പെർഫോമൻസും എനിക്ക് വലിയ ഇഷ്ടമായില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാസ് നൈസ്. ഒരു മിത്തോളജിക്കൽ ടച്ച് ഒക്കെ ഉള്ള ഒരു സാധനം. 2 മണിക്കൂറൊന്നും ഇല്ല, 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ഉള്ളൂ. സോ ചുമ്മാ ഇരുന്ന് കണ്ടു വെക്കുക. കണ്ടാലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. തമിഴ് അവൈലബിൾ ആണ്. സോ വേണ്ടവർ കണ്ടു വെക്കുക. വൻ കിടു പടമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ചുമ്മാ കണ്ടിരിക്കുക. നോട്ട് ബാഡ്, സ്റ്റിൽ ആവറേജ് എന്ന് പോലും എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഇത് ട്വിസ്റ്റിനുള്ള ഇമ്പാക്ട് 0 ആണ്. ടുവേർഡ്സ് എന്റെ എന്തൊക്കെയാ അവര് പറയാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ എനിക്കൊരു തട്ടിക്കൂട്ട് പോലെയാണ് പേഴ്സണലി തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. സെക്കൻഡ് കേസ് ഓഫ് സീതാറാം is streaming on Amazon Prime. തമിഴ് ഭാഷ അവൈലബിൾ ആണ്. ഇത് സീക്വൽ ആണെങ്കിൽ പോലും ഫസ്റ്റ് പാർട്ട് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഈ ക്യാരക്ടർ എന്താണ്, ഏതാണ്, എങ്ങനത്തെ ആളാണ്, ഇതൊക്കെ അറിയണം വെച്ചാൽ യു ക്യാൻ വാച്ച് സീതാറാം ബിനോയ് കേസ് നമ്പർ 18. അതും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഡബ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ 2021 എന്തോ കണ്ട പടമാണ്. രണ്ടും ഒരേ ത്രാസിൽ തൂങ്ങും. ഒന്ന് ഇതിൽ നല്ലതാണ്, മറ്റേത് അത്ര പോരാ, അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും ഒരേ ത്രാസിൽ തൂങ്ങുന്ന പോലെ ഒരു പടമായിട്ട് തോന്നുന്നു. സോ വേണ്ടവര് കണ്ടുനോക്കുക.